ഇപ്പൊ ഇബാദത്ത് എന്നുള്ള നിലയിൽ യജമാനനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ളതാണല്ലോ ഇബാദത്ത്. റബ്ബുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടത് എന്താണ്? അതാണ് ഇബാദത്ത്. അതാണ് അടിസ്ഥാനം. അതാണ് ശരീഅത്തിന്റെ അടിസ്ഥാനം. ബുനിയൽ ഇസ്ലാമു എന്ന് പറഞ്ഞാൽ അതാണ് ശരീഅത്തിന്റെ അടിസ്ഥാനം ഇബാദത്ത്. ആ ഇബാദത്തിന്റെ കർമ്മങ്ങൾ വ്യത്യസ്ത താല്പര്യത്തിനും വ്യത്യസ്ത ഇച്ഛകൾക്കും അനുസരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമാക്കിയിരിക്കുന്നു. അതിൽ നീതിനിഷ്ഠമായിട്ട് പാലിക്കണം, ഏറരുത്. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്, എന്നും ഞാൻ നോൻപോൽക്കും, ഞാൻ സ്വർഗത്ത് കിടക്കാൻ എന്നൊരു സ്വഹാബി പറ്റൂല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ രാത്രിയിൽ ഞാൻ മുയിമ നിൽക്കറിച്ചു. നബി അങ്ങനെയാന്ന് പറഞ്ഞിട്ട് പറയില്ല, നമുക്ക് ശരിയാണെങ്കിൽ എന്നും ആണെന്ന് പറഞ്ഞാൽ ആ പറ്റൂല. സ്വന്തം നഫ്സിനെ നോക്കണം, കുടുംബത്തിന് നോക്കണം, എല്ലാവരെയും ഹക്ക് നോക്കിയിട്ട് അതിൽ നീതി പാലിക്കണം. ഈ നീതി പാലിക്കേണ്ട വിധത്തിൽ പാലിക്കാൻ പറ്റുന്ന ഇബാദാത്തുകൾ കഴിഞ്ഞാൽ പിന്നെ മുആമലാത്തുകളാണ്. മുആമലാത്തുകളിലെ നീതി ഒന്ന് നോക്കി എന്താ വേണ്ടു? അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. നാനാഭാഗത്തേക്ക് നോക്കിയാലും ചെയ്യാൻ പറ്റുന്നതായ പല സ്വാതന്ത്ര്യങ്ങൾ കാണുകയാണ്. ആ സ്വാതന്ത്ര്യങ്ങൾക്കിടയിൽ ഇസ്ലാം പറയുന്നു ഇന്ന നിലക്ക് ചെയ്യണം. ശരീഅത്ത് പറയുന്നു ഇന്ന നിലക്ക് ചെയ്യണം. ഇന്ന നിലക്ക് ചെയ്യണം എന്ന് പറയുന്നത് വിഷമമുണ്ടോ? ഇല്ല. ഒമാ ജഅല ഇലൈക്കും ഫിദ്ദീനി മിൻ ഹർജ്, ഒരു എടുക്കുമല്ല.